എന്ത് പറഞ്ഞാലും ശരി, ട്രെക്കിങ്ങിന് ഭയങ്കര ടയേർഡാണ് കേട്ടോ. പിന്നെ വിശപ്പും കൂടുതലായിരിക്കും. ഹലോ, സ്നാക്സ് എവിടെ പോയി? വീട്ടില് കാണും. ഞാൻ എല്ലാവരുടെയും ബാഗിൽ വെച്ചതാണല്ലോ. ഞാൻ എല്ലാവരുടെ ബാഗ് ഇന്ന് പുറത്തെടുത്തു. ഇപ്പൊ നമ്മൾ എന്താ കഴിക്കുക? നമുക്ക് ആ പഴം കഴിക്കാം. ഞാനത് പറിച്ചെടുത്തോണ്ട് വരാം. ഹണി സൂക്ഷിച്ച്. ഹണി, 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 അതൊന്ന് തേച്ചുകളാ, അല്ലെങ്കിൽ വീങ്ങും. ഓ എന്റെ പൊന്നു മണ്ട, തല തേച്ചു കൊടുക്ക്. അല്ല, ഇതിനെ കണ്ടിട്ട് ഹണിയെ പോലെ ഉണ്ടല്ലോ. ഇതെന്താ ജീനിയെ പോലെ ഇരിക്കുന്നു? അതെ, ഞാൻ ജീനിയാണ്. ജീനിയോ? അതെ, ഞാൻ ഉണർന്നു. നീ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരുമോ? അതോ, ഞാൻ 3 കാര്യങ്ങൾ മാത്രമല്ല 5 കാര്യങ്ങൾ ചെയ്തു തരാം. നിന്നെ കൊണ്ട് എന്റെ 5 കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റുമോ? വിളക്കിന്ന് വന്നതല്ലേ, യജമാൻ എന്ത് പറയുന്നു അത് ചെയ്തു തരാം. പക്ഷെ നിന്നെ വിളക്കിന്ന് പുറത്തു കൊണ്ടുവന്നത് ഞാനല്ലേ. നീ എന്തിനാ യജമാനന്റെ കാര്യമൊക്കെ ശരിയാക്കി? എനിക്ക് യജമാന്റെ ആഗ്രഹങ്ങൾ മാത്രമേ നിറവേറ്റാൻ കഴിയൂ. എന്റെ യജമാനൻ എവിടെയാണ്? ജീനിയിലും ഹനിയുണ്ട്. എനി ഡൗട്ട്? ആദ്യം കണ്ടതാ, ഒരേപോലെ മുഖമുള്ളവരുടെ ബുദ്ധിയും ഒരുപോലെ ഇരിക്കുന്നു. എന്നോട് പറയൂ, എന്റെ യജമാനൻ എവിടെയാണ്? അത് യജമാന്റെ ആഗ്രഹങ്ങൾ മാത്രമേ സാധിച്ചു തരൂ. നീയല്ലേ അതിനെ മോചിതരാക്കിയത്. അപ്പൊ നീയാണ് അവന്റെ. നീയാണോ എനിക്ക് സ്വാതന്ത്ര്യം തന്നത്? അപ്പൊ നിങ്ങളുടെ 5 ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റി തരാം. ഇത് ചതിയാണ്. ടിഫിന് ഞാനല്ലേ ഒളിച്ചു വെച്ചത്. അതുകൊണ്ടല്ലേ ജീനി കിട്ടിയത്. എന്റെ ആഗ്രഹം നിറവേറണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഒരാഗ്രഹം സോർദാറിന്, ഒരാഗ്രഹം പോപ്പറ്റിന്, ഒരാഗ്രഹം എനിക്ക്, എന്നെ ബാക്കിയുള്ള 2 ആഗ്രഹങ്ങൾ ഹണിക്ക്. ഓക്കെ? അതെ, എന്ത് ഓക്കെ? ഞാൻ ഹണി എന്ത് പറയുന്നു അത് മാത്രമേ ചെയ്യൂ. ഹണി പറയൂ. ഓക്കെ ജീനി, ഇവരുടെ 3 പേരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റ്. ശരി, ഓക്കെ യജമാനനെ. അതായത് മുതലാളി, രണ്ടാമത്തെ കാര്യം പറയൂ മുതലാളി. ആദ്യത്തെ കാര്യം പറയട്ടെ. എനി ഡൗട്ട്? ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ വിഷ്, നിങ്ങൾ 3 പേരുടെ വിഷ് നിറവേറ്റണം. അത് കഴിഞ്ഞു, രണ്ടാമത്തെ പറയൂ. ആരാണ് ആദ്യം പറയുന്നു അവരുടെ വിഷ് നിറവേറും. എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഷെഫ് ആകണം. എനിക്ക് വലിയ വലിയ ആളുകൾക്ക് പാചകം ചെയ്തു കൊടുക്കണം. എന്റെ ആഗ്രഹം എന്താണെന്നാൽ ഇവന്റെ വലിയ വലിയ ആളുകൾക്ക് പാചകം ചെയ്ത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം നിറവേറണം. ഓക്കെ, ഇവരുടെ സ്വപ്നം നിറവേറണം, ആഗ്രഹം നിറവേറട്ടെ. പോയി വലിയ ആൾക്കാർക്ക് പാചകം ചെയ്യേ. പോയി. ഇപ്പൊ അവന് വളരെ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? കാണണമെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ ഞാൻ അതിന് സഹായിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോണോ? സോർദാറെ കാണണമെന്ന് പറഞ്ഞ അതവൻ 3ാമത്തെ വിഷായിട്ട് മാറ്റിയെടുക്കും. അത് അല്ല ചേട്ടാ, ഇത് ഞാൻ ഒരു ഷോ ഓഫിന് വേണ്ടി ചെയ്യാണ്. കാരണം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വിഷയം എങ്ങനെ നിറവേറ്റെടുന്ന് നിങ്ങൾക്ക് കാണിക്കാനാണ്. യു ആർ സോ ഇന്റലിജന്റ്. ഇന്റലിജന്റ്. അതെ, ജോലി ഉണ്ടെങ്കിൽ കഴുതിയെ പോലും അപ്പനാക്കുന്ന കാലമാണിത്. എനി ഡൗട്ട്? ഇപ്പൊ കാണിക്കേ. വലിയ ആളുകൾക്ക് പാചകം ചെയ്ത് ഞാൻ ആകെ ക്ഷീണിതനായി. ജോർദാർ വലിയ പാത്രത്തിൽ പാചകം ചെയ്യുകയാണല്ലോ. വാ, നമുക്ക് അവനെ സഹായിക്കാം. നിങ്ങളെ കൊണ്ട് കാണാൻ മാത്രമേ പറ്റൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ, കറി മാത്രം ഉണ്ടാക്കിയാ മതിയോ? മറ്റൊരടുപ്പിൽ ചപ്പാത്തി ഉണ്ടാക്ക്. ജോർജാർ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഷെഫ് ആകാൻ ആഗ്രഹിച്ചത്. പക്ഷെ അവൻ ഈ കുടിലിലെ പാചകക്കാരനാക്കി. നീ നല്ല ഭക്ഷണം കുറച്ച് 50 റൊട്ടി ഉണ്ടാക്കണം. 50 റൊട്ടി എല്ലാവർക്കും മതിയാവൂ? അതെനിക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ ഇനിയും കുറെ കഴിക്കും. എന്ത്? അതില് മാവുണ്ട്, കുഴയ്ക്ക്. ജീനി, എന്നെ ഇവിടുന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോ. ഇതുവരെ മാവ് കുഴച്ചില്ലടാ, ഒന്ന് മാറ്.
നിങ്ങൾ ജോലികളൊക്കെ വേഗത്തിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ റൊട്ടി ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കൂ. പാചകക്കാരൻ നീയാ എല്ലാം ചെയ്യേണ്ടത്. ഞാൻ ഷെഫാ. പാചകം മുഴുവൻ ചെയ്താൽ നിനക്ക് ഇവിടെ നിക്കാം. വേഗം തുടങ്ങ്. അല്ല, ഇങ്ങനെയുള്ളത് എന്തൊരു ജീവിതമാണ്. ഇതൊക്കെ എന്റെ തെറ്റ് തന്നെയാ. ജീനി ഹണിയെ പോലെ ഉള്ളപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ വിഷു ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്നെ അഭിനന്ദിക്കുകയാണോ? അഭിനന്ദിക്കല്ല, നിന്നെ വഴക്ക് പറയാ. ഇങ്ങനെ ജീവിക്കുന്നത് എന്റെ വേസ്റ്റാ. ആ ഡോഗി സോർദാറിനെ തല്ലാൻ പോവാ. ജീനി അവനെ തിരിച്ചു കൊണ്ടുവന്നേക്കേ. സോറി മുതലാളി, വിഷ് റിവേഴ്സ് ആകാൻ വഴിയില്ല. കരിക്ക് വേണമെങ്കിൽ പറയൂ, കൊടുത്തിട്ട് വരാം. ഹണി പറ. ആ ശരി, ഇളനീര് തരൂ. മണ്ട, ആഗ്രഹം സാധിച്ചു തരാൻ പറയടാ. ഇതെന്റെ മൂന്നാമത്തെ വിഷയാണ്. സോർദാറിനെ തിരിച്ചു കൊണ്ടുപോവാ. ഓക്കെ മുതലാളി. പൂരി പൂരി ഉരുളക്കിഴങ്ങ് പൂരി, ഇവരുടെ ആഗ്രഹം നിറവേറട്ടെ. എടാ പണ്ട, നീ എന്നെ എങ്ങോട്ടാ അയച്ചത്? എന്തിനാ എന്നെ അങ്ങോട്ട് അയച്ചത്? നിങ്ങളല്ലേ വിഷ് ചോദിച്ചത്? നിങ്ങൾക്ക് പാചകം ചെയ്യാൻ വലിയ ആഗ്രഹമായിരുന്നില്ലേ? വലിയ വലിയ ആൾക്കാർക്ക് പാചകം ചെയ്യണമെന്ന് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞതല്ലേ മുതലാളി? അവിടെ ഉള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നില്ലേ? ഓ, ഞാൻ വലുപ്പത്തെ കുറിച്ചല്ല പറഞ്ഞത്, സ്റ്റാറ്റസിനെ കുറിച്ചാ പറഞ്ഞത്. നിങ്ങൾ കള്ളം പറയാണ്. നിങ്ങൾ സ്റ്റേറ്റസിനെ കുറിച്ച് പറഞ്ഞില്ല. ഓ, അത് പറയണോ? അത് അണ്ടർസ്റ്റുഡ് അല്ലേ? സോർദാർ, അവന്റെ മോന്ത നോക്ക്. അത് വിളക്കുന്ന് വന്ന സാധനം. പറഞ്ഞ കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തവന് പറയാത്ത കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നേ? ജീവനോടെ ഉള്ളതിനെ കുറിച്ച് സന്തോഷിക്കേ. ലൈഫിൽ എപ്പോഴും സെക്കൻഡാ വരേണ്ടത്. കാരണം ചിലപ്പോ ഫസ്റ്റ് വരുന്നവർ കൊറേ പപ്പടം പൊരിക്കേണ്ടി വരും. എനി ഡൗട്ട്? പപ്പട അല്ല, ഒരുപാട് ചപ്പാത്തി ചുടണം. ഒരുപാട് ചപ്പാത്തി. ഇനി വിഷു ചോദിക്കാനുള്ള അവസരം പോപ്പട്ടിന്റേതാണ്. അയ്യോ ഇല്ലല്ല, എനിക്ക് ഒന്നും വേണ്ട. അല്ല, നീ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത് പോപ്പട്ട്? ചോദിക്ക്, നിന്റെ ആഗ്രഹം ചോദിക്ക്. എനിക്ക് നാണമൊന്നുമില്ല. അവൻ നാണിക്കല്ല, എന്റെ അവസ്ഥ കണ്ട് അവൻ പേടിക്കാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീനി, അവൻ ഉപദേശം എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. ജനങ്ങളെ ഉപദേശിച്ച് അവരെ നന്നാക്കാൻ അവൻ ശ്രമിക്കും. എന്റെ ആഗ്രഹം എന്താണെന്നാൽ ഇവനെ ആളുകളെ ഉപദേശിക്കുന്ന രീതിയിൽ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് അവനെ പറഞ്ഞേക്ക്. ഓക്കെ മുതലാളി. പൂരി പൂരി ഉരുളക്കിഴങ്ങ് പൂരി, ഇവരുടെ ആഗ്രഹം നിറവേറട്ടെ. വരൂ, പോപ്പട്ട് എവിടെയാ പോയതെന്ന് നമ്മളും പോയിട്ട് നോക്കാം. ഓക്കെ. ഞാൻ നിന്നെ വിടില്ല. എന്താടാ പറയുന്നത്? ഞാനാണോ നിന്നെ വിടാൻ പോകത്തത്? എടാ കഴുത, അവൻ എന്തിനാടാ ഇങ്ങോട്ട് അയച്ചത്? ഞാനല്ല അയച്ചത്, ഈ ജീനിയാണ് അയച്ചത്. ഞാൻ ഇതിനാ പറഞ്ഞത്, ഇതും കഴുത തന്നെയാ. പോപ്പട്ട് ആൾക്കാരെ നന്നാക്കണം. ജയിലല്ലാതെ ചീത്തയ ആൾക്കാരെ എവിടെയാ ഉണ്ടാകാൻ പോകുന്നത് മുതലാളി? നിർത്ത്. അടിയും ബഹളത്തിൽ ഒരു കാര്യമില്ല. ഒറ്റ ഒരിക്കൽ ഓറഞ്ചിനെ പിടിച്ച് ജ്യൂസ് എടുത്തു കഴിഞ്ഞാ പിന്നെ വീണ്ടും അത് ഓറഞ്ച് ആകാൻ സാധ്യതയില്ല. ഇനി വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്കാണ് നിങ്ങൾ ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത്. ഇനിയും കൂടുതൽ കുറ്റങ്ങൾ ചെയ്യരുത്. നദിയിൽ വെള്ളം കൂടിപ്പോയാൽ അത് ആപത്തായി തീരും. നിങ്ങൾ കുറ്റമെന്നുള്ള വെള്ളത്തിനെ കുറയ്ക്കണം. ദേ കണ്ടോ, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ തടവുകാരെ നിയന്ത്രിച്ചു. ദേഷ്യം എങ്ങനത്തെ മസാല എന്ന് വെച്ചാ സന്തോഷം എന്ന മലക്കറിയുടെ ടേസ്റ്റ് ഇല്ലാതാക്കും. മനസ്സിലായോ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അതായത് നീ ഞങ്ങളെ പാചകം ഉണ്ടാക്കാൻ പഠിപ്പിക്കാന്ന്. ഇപ്പൊ നിന്നെ വെച്ച് ഞാൻ പാചകം പഠിക്കാൻ പോവാ. നല്ല പോപ്പട്ട് മസാല. വെള്ളം കുറയ്ക്കണം, അല്ലെങ്കിൽ കൂടുതൽ മസാല ഇടേണ്ടി വരും. നോൺ വെജ് കഴിച്ച് കൊറേ നാളായി. ഇന്ന് നിന്നെയാ കഴിക്കാൻ പോകുന്നത്.
ഹണി പോപ്പറ്റിനെ രക്ഷിക്കേ. ആ, അയ്യോ അവസാനായിട്ട് ഒരു ആഗ്രഹം ബാക്കിയുള്ളൂ. എടാ, പോപ്പറ്റിന്റെ ജീവനാ വലുത്. വേഗം അവസാനത്തെ ആഗ്രഹം പറ. ആ, ആ, ജീനി എന്റെ ആഗ്രഹം ഞങ്ങളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോ. ഓക്കെ മുതലാളി. പൂരി പൂരി ഉരുളക്കിഴങ്ങ് പൂരി. ഇവരുടെ ആഗ്രഹം വേഗം നിറവേറ്റ്. അതെവിടെ പോയി? ഹേയ്, എന്നെ എന്തിനാ അങ്ങോട്ട് അയച്ചത്? നീ ഒരുപാട് ചിരിച്ചോണ്ടിരുന്നില്ലേ പൊപ്പൻ? ഓക്കെ കണ്ടോ, ഇപ്പൊ നിനക്കും മനസ്സിലായി. നീ ഒരുപാട് അങ്ങ് ക്ലാസ് എടുക്കുമ്പോ ഞങ്ങൾക്കും ആ തടവുകാരെ പോലെ ചെയ്യണമെന്ന് തോന്നും. ഇത് ചിരിക്കേണ്ട കാര്യമല്ല. ഹണി, നിന്നോട് വിഷു ചോദിക്കലെന്ന് പറഞ്ഞതല്ലേ? സന്തോഷിക്കുന്നതിന് പകരം ഇങ്ങനെ ചീത്ത പറയാണോ? നിങ്ങൾ രണ്ടുപേരും കാരണം എന്റെ 5 വിഷു തീർന്നു. അതിന്റെ കൂടെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. എന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പോകുന്നുണ്ടു മുതലാളി. എന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ. ബൈ ബൈ. ആ, ഓ. അനിയ, നിന്റെ തലയിലെഴുത്ത് ശരിയല്ല. ഇവര് രണ്ടുപേര് കാരണം എല്ലാ വിഷും തീർന്നു പോയി. പിന്നെ നിനക്ക് വിഷു ചോദിക്കാനും പറ്റിയില്ല. ഇവരുടെ രണ്ടുപേരുടെ അവസ്ഥ കണ്ടിട്ട് ഞാനും ഇനി വിഷു ചോദിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് തല എഴുത്തുന്നല്ല പറയേണ്ടത്. ഇതിന് പേരാണ് ഭാഗ്യം.